കൊല്ലം ബീച്ചിൽ കിട്ടുന്ന കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ വീഡിയോസിൽ. അപ്പോഴാണ് കുറച്ച് മുന്നേ ഫേമസ് ആയ ബട്ടർ ഗുൽക്കണ്ട് ഞാൻ അവിടെ കണ്ടത്. അങ്ങനെ ഞാൻ അത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. കുറേ മുന്നെയാണ് ഇത് ഫേമസ് ആയെങ്കിൽ ഇപ്പോൾ കൊല്ലം ബീച്ചിൽ മുക്കിനാണ് ഈ ഒരു ബട്ടർ ഗുൽക്കണ്ടിൻ്റെ ഷോപ്പുള്ളത്. കൂട്ടത്തിൽ നല്ല ഷോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിൽ നിന്നും ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഷോപ്പ് സെലക്ട് ചെയ്തു. പക്ഷേ അത് കുറച്ച് അബദ്ധമായോ എന്നൊരു സംശയമുണ്ട്. വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പുള്ളി ഉണ്ടാക്കുന്നത് കുറച്ച് മുകളിൽ വെച്ചിട്ടായിരുന്നു. ഒത്തിരി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഷോപ്പുകൾ വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനെന്തിനാ ഇത് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരുന്നു. നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് പാകത്തിന് പഴുത്ത റോബസ്റ്റ പഴമൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ ഒന്ന് ചീകിയിട്ട് കൊടുത്ത് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം വയ്ക്കും. ബട്ടർ ഗുൽക്കണ്ട് നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ ജാം കുറച്ച് വയ്ക്കും. അതിലേക്ക് പിന്നെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൊട്ടുകടല ആഡ് ചെയ്യുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊല്ലം ബീച്ചിൽ ഒട്ടുമിക്ക ഐറ്റംസിൻ്റെ മുകളിൽ ഈ പൊട്ടുകടല ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല കൊല്ലം ബീച്ചിൽ നിന്ന് കഴിച്ചതിന് ശേഷമാണ് ഈ റോബസ്റ്റ പഴവും ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത്. കാരണം ഇവിടുന്ന് കിട്ടുന്ന മിക്ക ഷോപ്പിലെ പഴങ്ങൾ കറക്റ്റ് പാകത്തിന് പഴുത്തതാണ്. ഒട്ടും തന്നെ പഴുത്തു പോയതോ പുളിപ്പുള്ളതോ ഒന്നുമല്ല. അപ്പോൾ സാധനത്തിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ടോ ഈ ബട്ടർ ഗുൽക്കണ്ടിൻ്റെ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവർ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ അങ്ങനെ സംഭവമൊക്കെ മേടിച്ച് ഹസ്ബൻഡ് മോളൊക്കെ നിൽക്കുന്നിടത്തേക്ക് പോയി ഞങ്ങളെല്ലാം കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.